السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ഈ ലോകത്ത് മനുഷ്യന് മാത്രമായി അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു പ്രധാന അനുഗ്രഹമാണ് ബന്ധങ്ങൾ അള്ളാഹു നൽകിയെന്നുള്ളത്. ഒരു കുട്ടി ഭൂമിയിൽ ജനിച്ചു വീണാൽ ആ ജനനത്തോടു കൂടി അവന് ധാരാളം ബന്ധങ്ങൾ ഉണ്ടാവുകയാണ്. പിന്നെ ജീവിതം മുന്നോട്ട് പോകുന്തോറും അവൻ്റെ ബന്ധങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. മൃഗങ്ങളിലോ മറ്റോ ജന്തുക്കളിലോ കാണാൻ സാധിക്കാത്ത നിലയിൽ ഇത് മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാം ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യവും പവിത്രതയും മഹത്വവും നൽകുന്നുണ്ട്. നാമുമായി ബന്ധപ്പെട്ട ഏതെല്ലാം ബന്ധങ്ങളുണ്ടോ എല്ലാം വളരെ പവിത്രമായതാണ്. എന്നാൽ കൂട്ടത്തിൽ ഇസ്ലാം വളരെ മഹത്വം നൽകിയ, വളരെ കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം എന്നുള്ളത്. കാരണം ലോകത്ത് ആദ്യമായി നിലവിൽ വന്നത് ഈ ബന്ധമാണ്, ഭാര്യയും ഭർത്താവും എന്ന ബന്ധമാണ്. പരിശുദ്ധ ഖുർആൻ മീസാഖൻ ഗലീള, അതിനെ വലിയ ഉറച്ച ഒരു കരാറുമായിട്ടാണ് അല്ലാഹു അതിനെ പരിചയപ്പെടുത്തുന്നത്. ഖുർആനിൽ പല ബന്ധങ്ങളെയും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും മാതാപിതാക്കൾ, മക്കൾ, സഹോദരി സഹോദരന്മാർ, എന്നാൽ അല്ലാഹു തആല ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തെപ്പറ്റി മാത്രമാണ് മീസാഖൻ ഗലീള, വലിയ കടുത്ത ഒരു ഉറച്ച ഉടമ്പടിയായി, കരാറായി അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. ഖുർആനിൻ്റെ ഒരു സൂറത്തിൽ അല്ലാഹു തആല അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹു ആരാണ് എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി അവൻ്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളെ എണ്ണി പറയുന്ന സ്ഥലത്ത് ഒമിൻ ആയാതിഹി അൻ ഖലഖകും മിൻ തുറാബിൻ സുമ്മ ഇദാ അൻതും ബശറുൻ തൻതശിറൂൻ തുടങ്ങുന്ന ആയത്തിൽ ഒമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ്
ومن آياته منامكم بالليل والنهار ومن آياته يريكم البرق തുടങ്ങുന്ന എഴുത്തിന്റെ ഇടയിൽ അല്ലാഹു തആല കൊണ്ടുവന്ന വലിയൊരു ദൃഷ്ടാന്തമാണ് ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. അള്ളാഹുവിനെ അറിയാൻ വേണ്ടി വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞ സ്ഥലത്ത് അള്ളാഹു തആല കൂട്ടത്തിൽ പറഞ്ഞത്, അള്ളാഹു നിങ്ങൾക്ക് ഇണകളെ നൽകി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഭൂമിയിൽ നിങ്ങൾക്ക് ഇണകളെ നൽകി. മിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തെ പറ്റി മാത്രമാണ് അള്ളാഹു തആല അവിടെ എടുത്തു പറഞ്ഞത്. വലിയ പവിത്രമായ വളരെ ഉയർന്നൊരു ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. സത്യത്തിൽ വളരെ വേഗത്തിൽ മുറിയാൻ സാധിക്കുന്ന ഒരു ബന്ധവും അത് മാത്രമാണ്. വാപ്പ മക്കൾ എന്ന ബന്ധം പിന്നൊരിക്കലും മുറിയുകയില്ല. സഹോദരി സഹോദരൻ എന്ന ബന്ധം പിന്നൊരിക്കലും മുറിയാത്തതാണ്. എന്നാൽ സത്യത്തിൽ ഭാര്യ ഭർത്താവ് ബന്ധം വളരെ പവിത്രമായതാണ്, പക്ഷേ ഏത് സമയത്തും മുറിയാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം ആ ബന്ധത്തിന് വലിയ മഹത്വവും പവിത്രതയും നൽകി. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു തആല അതുകൊണ്ട് ഇണയോടുള്ള ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ഇണയോടുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആ കടമകൾ പറയുമ്പോൾ അല്ലാഹു തആല അവിടെ പല സ്ഥലത്തും ആദ്യമായി തൻ്റെ ഇണയോടുള്ള കടമയെക്കുറിച്ച് അല്ലാഹു ആദ്യം പറയുന്നത് കാണാം. വആശിറൂഹുന്ന ബിൽ മഅറൂഫ് ഹുന്ന ലിബാസുൻ ലക്കും വഅൻതും ലിബാസുൻ ലഹുൻ വലഹുന്ന മിസ്ലു അല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. ഈ ആയത്തുകളിലെല്ലാം ആദ്യം അല്ലാഹു പറയുന്നത് ഭാര്യയോടുള്ള തൻ്റെ ഇണയോടുള്ള കടമയെക്കുറിച്ചാണ്. മാത്രമല്ല അല്ലാഹുവോട് ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം മഅറൂഫ്. അതേ പ്രയോഗമാണ് മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന സ്ഥലത്ത് അല്ലാഹു ഉപയോഗിച്ചത്. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. എൻ്റെ മാതാപിതാക്കളോട് എത്ര ബന്ധമാണോ, എത്ര വലിയ കടമയാണോ, അതേ പ്രയോഗം തന്നെ അല്ലാഹു തആല ഇവിടെയും കൊണ്ടുവന്നു. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഖുതുബയിൽ, ഇതിന്റെ അവസാനത്തെ ഖുതുബ വളരെ ചുരുങ്ങിയതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പോയിന്റ് ടു പോയിന്റ്, ഓരോ പോയിന്റുകൾ മാത്രം, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉണർത്തിയൊരു ഖുതുബയാണ്. ആ ഖുതുബയിൽ നബി തങ്ങൾ വളരെ ഗൗരവത്തിൽ പറഞ്ഞു, അലാ ഫസ്തൗസൂ ബിൻ നിസാഇ ഖൈറാ. അല്ലയോ മുസ്ലിമീങ്ങളെ, പുരുഷന്മാരെ, നിങ്ങളുടെ സ്ത്രീകളോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറണം. നിങ്ങൾക്ക് അവരെ ഹലാലാക്കി തന്നിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അമാനത്തിലാണ്. അത്രയും വളരെ ഗൗരവമുള്ള പവിത്രമായ ഒരു ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. അത്രമല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഇസ്ലാമിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുന്നത്, ഈമാനിൻ്റെയും ദീനിൻ്റെയും പരിപൂർണതയിലേക്ക് എത്തുന്നത് അവരുമായുള്ള ബന്ധം നന്നാകുമ്പോഴാണ്. ഇന്ന മിൻ അക്മലിൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുൽഖാ വഅൽതഫുഹും ബിഅഹ്ലി. ഒരാളുടെ ഈമാനിൻ്റെ പൂർത്തീകരണം, ഇസ്ലാമിൻ്റെ പൂർത്തീകരണം അവൻ്റെ ഇണയോട് മയമായി നല്ല നിലയിൽ പെരുമാറുമ്പോഴാണ്. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി വഅന ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങൾ ഏറ്റവും ഖൈറായ വ്യക്തി, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഏറ്റവും ഖൈറായ വ്യക്തി, ഏറ്റവും നല്ല വ്യക്തി. ഇത് ഞങ്ങൾ അളവുകൾ വച്ചത് നിന്റെ ഭാര്യയോട്, തൻ്റെ ഭാര്യയോട്, തൻ്റെ ഇണയോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവൻ ഒരു ഭർത്താവാണ്. മാത്രമല്ല അതിനൊരു പുണ്യകർമ്മമായി, അതിനൊരു പ്രതിഫലം കിട്ടുന്ന ഒരു ഇബാദത്തായിട്ടാണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത്. ഇസ്ലാം ഒരിക്കലും സ്ത്രീകളെ തൻ്റെ അടിമയായിട്ടോ വേലക്കാരിയായിട്ടോ ദീൻ പരിചയപ്പെടുത്തുന്നില്ല. അവരുള്ള പെരുമാറ്റം, അവരോട് ചെയ്യുന്ന ഉപകാരങ്ങൾ, നന്മകൾ, അതൊരു ഇബാദത്താണ്. ഹദീസിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പുരുഷൻ, ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയിലേക്ക് സ്നേഹത്തോടെ നോക്കുന്ന നോട്ടം, ഒരു ഭാര്യ തൻ്റെ ഭർത്താവിലേക്ക് സ്നേഹത്തോടെ നോക്കുന്ന നോട്ടം, അള്ളാഹു രണ്ടുപേരിലും റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുന്നതാണ്. ഒരു ഭർത്താവ് തൻ്റെ ഇണയുടെ കയ്യിൽ സ്നേഹത്തോടെ സ്പർശിക്കുകയും രണ്ടുപേർ കൈ വേർപിരിക്കുകയും ചെയ്യുമ്പോൾ
രണ്ടുപേരുടെ വിരലുകൾക്കിടയിൽ നിന്ന് പാപങ്ങൾ പൊടിഞ്ഞു പോകുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഒരു ഇബാദത്തായിട്ടാണ് പഠിപ്പിച്ചത്. തൻ്റെ ഭാര്യയെ, തൻ്റെ ഇണയെ സ്നേഹിക്കൽ, തൻ്റെ ഇണയോട് നല്ല പെരുമാറ്റങ്ങൾ പാപങ്ങൾ പൊറുപ്പിക്കാൻ കാരണമെന്ന് വലിയൊരു ഇബാദത്തായി പഠിപ്പിച്ചു. മറ്റൊരു റിവായത്തിൽ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദിക്റില്ലാത്ത എല്ലാ കാര്യങ്ങളും ലഹുവുൻ വലഹുവുൻ, അത് പാഴായതാണ്. നിങ്ങൾ പറഞ്ഞു ഇല്ല അർബഅത ഖിസാലിൻ, 4 കാര്യങ്ങൾ ഒഴിച്ച്. തങ്ങൾ ആദ്യം പറഞ്ഞത്, ഒരു വ്യക്തി, ഒരു പുരുഷൻ, ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് കളിതമാശകൾ സല്ലപിക്കുന്നതും അള്ളാഹുവിൻ്റെ ദിക്റിൽപ്പെട്ടതാണ്. ദീൻ ഇത്രയും വലിയ മഹത്വമാണ്. ഒരു പുരുഷൻ തൻ്റെ ഇണയോട് പെരുമാറുന്നതിന്, അവളോടുള്ള പെരുമാറ്റത്തിൽ, അവരോടുള്ള കടമകളിൽ ഇത്ര വലിയ പ്രാധാന്യമാണ് നൽകിയത്. എന്നാൽ ഇന്ന് ഉമ്മത്തിൽ ഈ ബന്ധം വളരെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. വീടെന്നുള്ളത് ഇന്ന് സത്യത്തിൽ ഒരു ലോഡ്ജ് പോലെ താമസിക്കാനും ശാരീരിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന സ്ഥലമായി മാറി. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. ദീനുള്ള കുടുംബങ്ങളിൽ പോലും സത്യത്തിൽ ബന്ധങ്ങൾ, നല്ല ഉറച്ച ബന്ധങ്ങൾ കാണാനില്ല. ഭാര്യയുടെ ജോലിക്ക് രാവിലെ ഇറങ്ങിപ്പോകുന്നു, ഭർത്താവ് സമ്പാദ്യ മാർഗത്തിൽ പോകുന്നു. ഇസ്ലാം പഠിപ്പിച്ച ഈ ഉന്നതമായ ബന്ധങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം? സത്യത്തിൽ മുസ്ലിമീങ്ങളുടെ ഈ ബന്ധത്തിൽ അകൽച്ച വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, നമുക്ക് മാതൃകയായി ഹബീബായ തങ്ങളെ അല്ലാഹു തആല അയച്ചു. ആ നബി കുടുംബജീവിതവും പഠിപ്പിച്ചിട്ടുണ്ട്. വെറും ഇബാദത്ത് മാത്രമല്ല പഠിപ്പിച്ചത്. നോമ്പെടുക്കേണ്ടത് എങ്ങനെയാണ്, നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ കുറച്ച് കർമ്മങ്ങൾ മാത്രമല്ല ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. ഒരു ഭർത്താവ് ഭാര്യയോട് എങ്ങനെയായിരിക്കണം, അതും നബി തങ്ങൾ നല്ല മാതൃകയും. നമ്മൾ ആ ജീവിതത്തിൽ നിന്ന് നമ്മൾ അജ്ഞരായി. ഒരേ സമയത്ത് തങ്ങൾക്ക് 9 ഭാര്യമാർ. പക്ഷെ നബി തങ്ങളുടെ 9 ഭാര്യമാർക്കും നബി തങ്ങളുടെ ജീവിതകാലത്തോ നബി തങ്ങളുടെ വഫാത്തിന് ശേഷമോ നബി തങ്ങളെക്കുറിച്ച് ഒരു ന്യൂനത പോലും, ഒരു കുറവ് പോലും പറയാനില്ലാത്ത നിലയിൽ നല്ല വ്യക്തമായ സുന്ദരമായ ഒരു കുടുംബ ജീവിതത്തിന്റെ മാതൃക, ഒരു ഭർത്താവ് എങ്ങനെയാകണം നബി തങ്ങൾ പഠിപ്പിച്ചു. ഇന്ന് ആ മാതൃക നമ്മുടെ കുടുംബങ്ങളിൽ ഭർത്താക്കന്മാരെ, പുരുഷന്മാരെ നഷ്ടപ്പെട്ടു. സഹോദരന്മാരെ, നബി തങ്ങളുടെ കുടുംബജീവിതം പഠിച്ചാൽ, നബി തങ്ങൾ ഭാര്യമാരോട് പെരുമാറിയ നബി തങ്ങളുടെ രീതികൾ പഠിച്ചാൽ, അതിൽ പ്രധാനമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, നബി തങ്ങൾ തൻ്റെ ഇണകളുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ഭർത്താവായിരുന്നു. ഉള്ളിൽ ഒതുക്കി വെച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവായിരുന്നില്ല. തൻ്റെ ഇണകളുള്ള സ്നേഹം തങ്ങൾ പ്രകടിപ്പിക്കുമായിരുന്നു. അതിന് കുടുംബ ജീവിതം അത് ഉറയ്ക്കാൻ, അത് ഉറച്ചതായി തീരാൻ വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം തൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കുക. ഒരു സദസ്സിൽ, സഹാബത്തുള്ള സദസ്സിൽ വെച്ച് ഒരു സഹാബി ചോദിച്ചു, അയ്യുന്നാസി അഹബ്ബു ഇലൈക്, നബിയെ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? അറബികളുടെ ശീലം സ്ത്രീകളെ കുറിച്ച് പരസ്യമായി, സ്ത്രീയോട് ഭാര്യയുള്ള സ്നേഹം പരസ്യമായി പറയുക എന്നുള്ളത് അത് അവർക്കിടയിൽ ഒരു ഐബായിരുന്നു, ന്യൂനതയായിരുന്നു. തൻ്റെ കാമുകിയെക്കുറിച്ചും അവരെക്കുറിച്ചെല്ലാം പദ്യങ്ങൾ ആലപിക്കുക എന്നുള്ളത് അറബികൾക്കിടയിൽ ഒരു ഫഹറുമായിരുന്നു, പ്രൗഢിയുമായിരുന്നു. എന്നാൽ തങ്ങളോട് സദസ്സിൽ വെച്ച് ചോദിക്കുകയാണ്, സഹാബാക്കളുണ്ട്, അയ്യുന്നാസി അഹബ്ബു ഇലൈക്, നബി താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? നബി തങ്ങൾ ഉടനെ മറുപടി, ആയിഷ, എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷയോടാണ്. ചോദ്യകർത്താവ് സത്യത്തിൽ അതല്ല ഉദ്ദേശിച്ചത്. ആരാണ് ഈ സഹാബാക്കൾ ഏറ്റവും ഇഷ്ടമുള്ളതെന്നാണ് ചോദിച്ചത്. അപ്പോൾ സഹാബി വീണ്ടും ചോദിച്ചു, നബി ഞാൻ ചോദിച്ചത് പുരുഷന്മാരെ കുറിച്ചാണ്. തങ്ങൾ ഉടനെ മറുപടി, അബൂഹ, ആയിഷയുടെ വാപ്പയോട്. സത്യത്തിൽ നബി തങ്ങൾക്ക് അബൂബക്കർ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നബി തങ്ങൾ അവിടെയും ഉപയോഗിച്ച പ്രയോഗം, പുരുഷന്മാരിലേക്ക് ഏറ്റവും ഇഷ്ടം അബൂഹ, എൻ്റെ ആയിഷയുടെ വാപ്പ അഥവാ അബൂബക്കറിനോട്. തങ്ങൾ പരസ്യമായി സഹാബത്തിനെ, ഉമ്മത്തിനെ പഠിപ്പിക്കാൻ, സ്നേഹം അത് പ്രകടിപ്പിക്കാനുള്ളത്. സഫിയ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ, യാത്രയിൽ അവർക്ക് വാഹനത്തിൽ കയറാൻ വേണ്ടി ഹദീസിൽ വരുന്നുണ്ട്, നബി തങ്ങൾ തങ്ങളുടെ കാല് വെച്ച് കൊടുത്തു. കാലിൽ ചവിട്ടി സഫിയ റളിയല്ലാഹു തആല അൻഹ മൃഗത്തിന്റെ പുറത്തേക്ക് കയറുകയുണ്ടായി. ബാക്കിയുള്ള സഹാബാക്കൾ കാണുകയാണ്. ബാക്കിയുള്ളവർ കാണുകയില്ല എന്ന് ചിന്തിച്ച് നബി തങ്ങൾ ഒഴിഞ്ഞു മാറിയില്ല. തങ്ങൾ തങ്ങളുടെ ഭാര്യമാരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ഭർത്താവായിരുന്നു.
അതുകൊണ്ട് തന്നെ റിവായത്തിൽ വരാം, നബി തങ്ങൾക്ക് തൻ്റെ ഭാര്യമാരെ വീട്ടിൽ വിളിക്കാൻ സ്നേഹപ്പേരുകളുണ്ടായിരുന്നു. യാ ആയിഷ്, വീട്ടിൽ ആയിഷ റളിയല്ലാഹു നബി തങ്ങൾ വിളിച്ചിരുന്നത് യാ ആയിഷ്, യാ ഹുമൈറ. നബി തങ്ങൾ വീട്ടിൽ തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി തൻ്റെ ഇണയെ വിളിച്ചിരുന്ന പേരുകളാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ ഹൈലുകാരിയായിരിക്കുന്ന സമയത്ത്, കാരണം അറബികൾക്കിടയിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഹൈലുകാരിയായാൽ വീട്ടിൽ നിന്ന് അകറ്റപ്പെടുമായിരുന്നു, ഭർത്താവ് പോലും അകറ്റപ്പെടുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ഹൈലുകാരിയായിരിക്കുന്ന സമയത്ത് ഞാൻ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ പാത്രത്തിൻ്റെ ഏത് ഭാഗത്താണോ എൻ്റെ ചുണ്ടുകൾ വെച്ചത് അതേ ഭാഗത്ത് നബി തങ്ങൾ ചുണ്ടുവെച്ച് വെള്ളം കുടിച്ച് തൻ്റെ സ്നേഹം, തൻ്റെ ഇഷ്ടം തങ്ങൾ പ്രകടിപ്പിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ മാംസം കടിച്ച് അതിൻ്റെ ബാക്കി ഞാൻ എല്ലിൻ്റെ ഏത് ഭാഗത്താണോ കടിച്ചത് അതേ ഭാഗത്ത് തങ്ങൾ കടിക്കുമായിരുന്നു. തൻ്റെ ഇഷ്ടം തങ്ങൾ പ്രകടിപ്പിക്കുകയും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ഹൈദുകാരിയായിരിക്കുമ്പോൾ നബി തങ്ങൾ എൻ്റെ മടിയിൽ കിടന്ന് ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. ഞാൻ നബി തങ്ങളും ജനാബത്ത് കുളിക്കുമ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് വെള്ളം കോരി കുളിക്കുമായിരുന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, തങ്ങൾ ആദ്യം വെള്ളം കോരി എൻ്റെ ശരീരത്തിൽ ഒഴിക്കുമായിരുന്നു. ഞാൻ തങ്ങളോട് പറയും ദഅലി എന്ന് പറഞ്ഞ ആ തണുപ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറയുകയും ചെയ്യുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ഒരിക്കൽ നോമ്പുകാരിയായിരിക്കുമ്പോൾ നബി തങ്ങൾ എന്നെ ചുംബിക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, നീ സായിമത്തുൻ നബി, ഞാൻ നോമ്പുകാരിയാണ്. നബി പറഞ്ഞു, അന സായിമുൻ, ഞാനും നോമ്പുകാരനാണ്. തങ്ങൾ ചുംബിക്കുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു പറയുന്നു, തങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ചുംബനങ്ങൾ നൽകി പള്ളിയിൽ പോകുമായിരുന്നു. ഒരു യാത്രയിൽ, ജിഹാദിന് വേണ്ടി ഒരു യാത്രയിൽ സഹാബാക്കളോട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്പം വേഗത്തിൽ പോകാൻ പറഞ്ഞു. ജിഹാദിന് വേണ്ടിയുള്ള യാത്രയാണ്. എത്ര ഗൗരവമുള്ള യാത്രയാണ്, എത്ര ടെൻഷനുള്ള യാത്രയാണ്. സഹാബത്തോട് പറഞ്ഞു, നിങ്ങൾ അല്പം വേഗത്തിൽ പോകാൻ പറഞ്ഞു. സഹാബാക്കൾ അല്പം അങ്ങ് ദൂരെയായി കഴിഞ്ഞപ്പോൾ നബിയും തൻ്റെ ഇണയും ഒറ്റക്കായപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, നമുക്കൊന്നൊരു മത്സരം നടത്താം. തങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഓട്ട മത്സരം നടത്തി. അതിൽ തങ്ങൾ വിജയിച്ചു. തങ്ങൾ പറഞ്ഞു, ഹാദിഹി ബിതിൽക, ആയിഷ, മുമ്പൊരു മത്സരം നടത്തിയപ്പോൾ നീയാണ് ജയിച്ചത്, ഇന്ന് ഞാൻ ജയിച്ചു. അന്നത്തെ മത്സരത്തിന് പകരം ഇന്ന് പകരം ഞാൻ വീട്ടി. ഹാദിഹി ബിതിൽക. ആരുടെ കുടുംബജീവിതമാണ് പറയുന്നത്? ദീനാണ്. ദീൻ പഠിപ്പിക്കാൻ വന്ന ഏതൊരു നബിയാണോ നമസ്കാരം പഠിപ്പിക്കാൻ വന്നത്, ഏതൊരു നബിയാണോ നോമ്പ് പഠിപ്പിക്കാൻ വന്നത്, അതേ നബി തന്നെയാണ് ഇതും പഠിപ്പിച്ചത്. കുടുംബജീവിതം ഇങ്ങനെയാകണം. എന്ന് മാത്രമല്ല, തങ്ങൾ ഇന്ന് വേർപിരിഞ്ഞ തൻ്റെ ഖദീജയെക്കുറിച്ച് പോലും തങ്ങൾ ആ സ്നേഹം അവരുടെ വഫാത്തിന് തങ്ങൾ പ്രകടിപ്പിക്കുമായിരുന്നു. എപ്പോഴെങ്കിലും വീട്ടിൽ ഏതെങ്കിലും മൃഗത്തെ അറക്കുകയും മാംസം വിതരണം ചെയ്യുകയും ചെയ്താൽ നബി തങ്ങൾ അതിൻ്റെ ഒരു ഓഹരി നബി തങ്ങൾ തൻ്റെ ഖദീജയുടെ കൂട്ടുകാരി കൊടുത്തയക്കുമായിരുന്നു. പലപ്പോഴും വീട്ടിൽ നബി തങ്ങൾ ഖദീജയെക്കുറിച്ചെല്ലാം പറയുമായിരുന്നു. ഇങ്ങനെ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ, നബി, തങ്ങൾക്ക് ദുനിയാവിൽ ഖദീജയല്ലാതെ മറ്റൊരു സ്ത്രീയുമില്ലേ? എപ്പോഴും ഖദീജ ഖദീജ, മരണപ്പെട്ടു പോയല്ലോ. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. വഫാത്തായി തങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ ഭാര്യയുടെ സ്നേഹം പോലും തങ്ങൾ അവരുടെ കാലശേഷം പ്രകടിപ്പിക്കുമായിരുന്നു. ഏത് നബിയാണ്? ഏതെല്ലാം ടെൻഷനാണ്, ഏതെല്ലാം കുടുംബ ഭാരങ്ങളാണ്. തൻ്റെ ഇണകൾ, തൻ്റെ മക്കൾ, രാഷ്ട്രീയ ഉത്തരവാദിത്വം, നാടിൻ്റെ ഉത്തരവാദിത്വം, ഏതെല്ലാം വിഷയങ്ങളാണ്. വഹി ഇറങ്ങുന്നു. അതുപോലെ മുശ്രിക്കീങ്ങളുടെ, യഹൂദികളുടെ, മുനാഫിക്കുകളുടെ ഉപദ്രവം, ഇതിനെല്ലാം പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുമ്പോഴും നബി തങ്ങൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ തൻ്റെ ഇണകളടുക്കൽ വന്നാൽ ഈ ചൂടും ഈ അസ്വസ്ഥതയും പ്രകടമാക്കുമായിരുന്നു. പള്ളിക്കുള്ളിൽ സഹാബാക്കളുമായി ലോകം മുഴുവൻ ദീനെത്തിക്കാൻ വലിയ ഫിക്റിലാണ്, വലിയ ചിന്തയിലാണ്. പക്ഷെ അതേ നബി തങ്ങൾ ഒരു കർട്ടൻ മാറ്റി വീടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു ചൂടുമില്ല. ആ ഭാര്യമാരെ കൂട്ടത്തിൽ അവരുടെ സ്വഭാവത്തിൽ കഴിഞ്ഞുകൂടുമായിരുന്നു. നബി തങ്ങൾ പഠിപ്പിച്ച കുടുംബ ജീവിതമാണ്. അതിൽ നമുക്ക് മാതൃകയുണ്ട്. അവിടെ ഒരു ഭർത്താവ് എന്ന നിലയിൽ നബി തങ്ങൾ നിന്ന് പിൻപറ്റേണ്ട ഒന്നാമത്തെ കാര്യം അതാണ് സ്നേഹം. അത് പ്രകടിപ്പിക്കണം. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ മുന്നിൽ തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതാണ്. അതൊരു കുറവല്ല. തങ്ങൾ ഇത് പഠിക്കേണ്ട മറ്റൊരു കാര്യം, തങ്ങൾ തൻ്റെ ഭാര്യയെ മനസ്സിലാക്കി അവരുടെ കൂടെ ജീവിക്കുമായിരുന്നു. തൻ്റെ ഭാര്യയുടെ സന്തോഷം, അവരുടെ ദുഃഖം, അവരുടെ വിഷമം, അവരുടെ വേദന, ഇതെല്ലാം മനസ്സിലാക്കി. ഒരിക്കൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിക്ക് വെളിയിൽ ഹബ്ശക്കാരായ ചില കുട്ടികൾ ഇങ്ങനെ
ആയുധ പരിശീലനം നടത്തുന്ന സമയത്ത് നബിതങ്ങൾ പറഞ്ഞു, ആയിഷ വാ വരും. ആയിഷ റളിയല്ലാഹു അൻഹ വിളിച്ചു. ഇതിൻ്റെ പുറകിൽ നിർത്തി തങ്ങളൊരു മറ പിടിച്ച് മണിക്കൂറുകൾ നിന്ന് അവരുടെ ആ കളികൾ ആയുധ പരിശീലനം കാണാൻ നബിതങ്ങൾ നിന്നു കൊടുക്കുകയുണ്ട്. തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി തങ്ങൾ മണിക്കൂറുകൾ നിന്നു കൊടുത്തു. റിവായത്തിൽ ഹദീസിൽ വരുന്നുണ്ട്, ഒരു യാത്രയിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുമാരെ ജിഹാദിൻ്റെ ഒരു യാത്രയിൽ ആയിഷ റളിയല്ലാഹു തആലയും കൂട്ടത്തിലുണ്ട്. യാത്രക്കിടയിൽ ആയിഷ റളിയല്ലാഹു തആലയുടെ മാല നഷ്ടപ്പെട്ടു. സ്ത്രീകളാണ്, ആഭരണത്തോട് ഇഷ്ടമുണ്ടാകും, മാല നഷ്ടപ്പെട്ടു. ആയിഷ റളിയല്ലാഹു തആല കരഞ്ഞു, ദുഃഖിതയായി. നബി ചിന്ത സംഭവിച്ചു, എൻ്റെ മാല നഷ്ടപ്പെട്ടു. നബി ഞങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞു. സഹാബത്തും അന്വേഷിക്കുന്നു. കുറേ സമയം അന്വേഷിച്ചു, കിട്ടുന്നില്ല. നബി ഞങ്ങൾ ഒരു കുറ്റവും തൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുന്നില്ല. അങ്ങനെ സമയം നീണ്ടു 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 അടുത്ത നമസ്കാരത്തിൻ്റെ സമയമായി. സമയം നീണ്ടതിൻ്റെ പേരിൽ സഹാബാത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം അത് തീർന്നു. ഉദു എടുക്കാൻ വെള്ളമില്ല. സഹാബാക്കൾക്കിടയിൽ ചർച്ചയായി. പലരും അബൂബക്കർ ഇതിനോട് സംസാരിക്കുന്നു, മകൾ ഉദുവിനുള്ള വെള്ളമില്ല, തീർന്നു, മകൾ കാരണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. നബി തങ്ങൾ ആയിഷ റളിയല്ലാഹു മടിയിൽ കിടക്കുകയാണ്. നബി തങ്ങൾ മടിയിലുള്ളതിന് പേരിൽ സംസാരിച്ചാൽ കേൾക്കുന്നുകൊണ്ട് അബൂബക്കർ അതിന് കൈകൊണ്ട് റിവായത്തിൽ വന്ന് വിരലുകൊണ്ട് ആയിഷ റളിയല്ലാഹു കുത്തു കൊടുത്തു. നീ എന്തായി കാണിക്കുന്നത്? തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്തൊന്നും ഒരു മോശമായ കാര്യം നബി തങ്ങൾ സ്വന്തം ഇണയോട് പറഞ്ഞില്ല. അവസാനം ആയിഷ റളിയല്ലാഹു തആല ഈ സമയം നീണ്ടു, wudu എടുക്കാൻ വെള്ളമില്ല, അല്ലാഹു തആല തയമ്മുമിന്റെ ആയത്തിറക്കി. അതുവരെ മുസ്ലിമീങ്ങൾക്ക് ഈ ഹുക്ം ഇറങ്ങിയിട്ടില്ല. മുസ്ലിമീങ്ങൾ സന്തോഷമായി. അതുകൊണ്ട് പല സഹാബാക്കളും പറയുമായിരുന്നു, അബൂബക്കർ നിങ്ങളുടെ കുടുംബം കൊണ്ട് ഖൈറേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ തയമ്മുമിന്റെ ആയത്തിറങ്ങി. അതിന് അവസാനം ആയിഷ റളിയല്ലാഹു കിട്ടുകയില്ല, പോകാമെന്ന് പറഞ്ഞ് പോകാൻ വേണ്ടി എണീക്കുമ്പോൾ മൃഗത്തിൻ്റെ അടിയിൽ നിന്നും വാഹനത്തിൻ്റെ അടിയിൽ നിന്നും മാല കിട്ടുകയും ചെയ്തു. പക്ഷെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്തൊന്നും ഒരു മോശമായ വാക്കോ കുറ്റപ്പെടുത്തി തങ്ങളുടെ വായിൽ വന്നതുമില്ല. ഉമ്മത്തിനെ പഠിപ്പിക്കുക, ഒരു ഭർത്താവ് ഭാര്യയോട് എങ്ങനെയാകണം, നിന്റെ പെരുമാറ്റം എങ്ങനെയാകണം. ആയിഷ റളിയല്ലാഹു തആലയോട് നബികൾ പറയുമായിരുന്നു, ആയിഷ നിനക്ക് എന്നെ ഇഷ്ടമുള്ള സമയത്തും നിന്റെ മനസ്സിൽ ഇഷ്ടമില്ലാത്ത സമയത്തും എനിക്ക് അറിയാൻ പറ്റുമായിരുന്നു. അതെങ്ങനെയാ നബിയെ? നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ നീ അധികവും റബ്ബ മുഹമ്മദിൻ, എൻ്റെ പേര് പറഞ്ഞ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ തന്നെ സത്യമെന്ന് സത്യം ചെയ്യുമായിരുന്നു. അഥവാ നിനക്ക് അല്പം വെറുപ്പുണ്ടെങ്കിൽ റബ്ബ ഇബ്രാഹിം എന്ന് നീ പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാകുമായിരുന്നു നിന്റെ മനസ്സിലല്പം വെറുപ്പുണ്ട്. ഒരു ഭാര്യയുടെ ഇഷ്ടവും അനിഷ്ടവും മനസ്സിലാക്കൽ ഒരു നല്ല ഭർത്താവിൻ്റെ അടയാളമാണ്. അവരുടെ ദുഃഖത്തിൽ, അവരുടെ ബുദ്ധിമുട്ടിൽ പങ്കുചേരുന്നത് നല്ല ഭർത്താവിൻ്റെ അടയാളമാണ്. സഫിയ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ അവരുടെ യാത്രാമധ്യേ അവരുടെ വാഹനം അല്പം വേഗത കുറഞ്ഞതായിരുന്നു. അതുകൊണ്ട് വളരെ പുറകിലായി പോയപ്പോൾ അവർക്ക് വിഷമമായി, അവർ കരയാൻ തുടങ്ങി. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു, സമാധാനിച്ചു, അവരെ കണ്ണീർ ഒപ്പിക്കൊടുത്തു, നല്ല വാക്കുകൾ പറഞ്ഞു. ഒരു ഭാര്യയുടെ ദുഃഖത്തിൽ, ബുദ്ധിമുട്ടിൽ പങ്കുചേരൽ നല്ലൊരു ഭർത്താവിൻ്റെ അടയാളമാണ്. തങ്ങൾ പഠിപ്പിച്ച കുടുംബജീവിതത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഒരു ഭാര്യയെ നല്ലവണ്ണം അറിയുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം അവരുടെ ത്യാഗങ്ങളെയും അവരുടെ കഷ്ടപ്പാടിനെയും വിലമതിക്കുകയും നല്ലത് പറയുകയും പുകഴ്ത്തുകയും ചെയ്യുക. ഞങ്ങൾ ഒരിക്കൽ വീട്ടിൽ വന്നു ഭക്ഷണം കഴിക്കാൻ. ചോദിച്ചു, എന്താണ് ഭക്ഷണമുള്ളത്? നബിയെ, റൊട്ടിയുണ്ട്. റൊട്ടി കൊടുത്തു. കറിയൊന്നുമില്ലേ? ഇല്ല നബിയെ, സുറുക്കയുണ്ട്. നിഅ്മൽ ഉദ്മു അൽ ഖിൽ. ഞങ്ങൾ നല്ല നിഅ്മൽ ഉദ്മു അൽ ഖിൽ, സുറുക്ക എത്ര നല്ല കറിയാണ്. ആയിഷ റളിയല്ലാഹു പറയുന്നു, മാ ആബ റസൂലുള്ളാഹ്, നബി തങ്ങൾ ഒരിക്കൽ പോലും കുറ്റം പറഞ്ഞിട്ടില്ല ഭക്ഷണത്തെക്കുറിച്ച്. ഒരിക്കൽ പോലും തങ്ങളുടെ ജീവിതത്തിൽ ഭക്ഷണം ഉണ്ടായി കൊടുത്താൽ ഒരിക്കൽ തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. പഠിപ്പിക്കുകയാണ്. അവരുടെ ത്യാഗങ്ങളെ വിലമതിക്കുകയും അവരുടെ ഹിദ്മത്തുകളെ വിലമതിക്കുകയും അതിനെ പുകഴ്ത്തുകയും ചെയ്യും. അവരുടെ സേവനങ്ങളിൽ പങ്കുചേരൽ. ആയിഷ റളിയല്ലാഹു തആലയോട് ചോദിച്ചു, എങ്ങനെയാണ് നബി തങ്ങൾ വീട്ടിൽ വന്നാൽ? നബി തങ്ങൾ വീട്ടിലെങ്ങനെയാണ്? പുറത്ത് നബിയാണ്, പ്രവാചകൻ. വീട്ടിലെങ്ങനെയാണ്? വീട്ടിൽ വന്നാൽ കാന ഫീ മിഹ്നതി അഹ്ലിഹി, വീട്ടിൽ വന്നാൽ ഭാര്യമാരെ കൂട്ടത്തിൽ ജോലിയിൽ പങ്കാളിയാക്കും. മാവ് കുഴയ്ക്കുമായിരുന്നു, വീടടിച്ച് വൃത്തിയാക്കുമായിരുന്നു, വസ്ത്രം അലക്കുമായിരുന്നു, തുണി തുന്നുമായിരുന്നു. നബി തങ്ങൾ സാധാരണ നിങ്ങളിലൊരു പുരുഷനെ പോലെ ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞുകൂടുമായിരുന്നു. സഹോദരന്മാരെ, നബി തങ്ങളുടെ കുടുംബജീവിതം നാം പഠിച്ചാൽ വിശാലമാണ്. ഇന്ന് ആ കുടുംബജീവിതം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പാശ്ചാത്യ സംസ്കാരവും മോഡേൺ ജീവിതമല്ല മുസ്ലിമുകളുടെ കുടുംബങ്ങൾ വന്നപ്പോൾ പരസ്പരമുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഇന്നത്തെ കുടുംബങ്ങളിലെ അകൽച്ചക്കുള്ള പ്രധാനപ്പെട്ട കാരണം
ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അകൽച്ചയ്ക്കുള്ള കാരണം. മാസങ്ങൾ വർഷങ്ങൾ കഴിയുമ്പോൾ പിരിയുകയാണ്. എന്തുകൊണ്ടാണ്? നബി തങ്ങളുടെ കുടുംബം മുന്നിലില്ല. നബി തങ്ങളുടെ കുടുംബ ജീവിതം മാതൃകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ബന്ധങ്ങൾ നന്നാകും. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നബി തങ്ങളുടെ കുടുംബ ജീവിതം നമ്മുടെ ജീവിതമായി മാറണം. അവരെ സ്നേഹിക്കണം, അവരെ പ്രേമിക്കണം, അവരെ ഇണങ്ങണം എന്ന് പറഞ്ഞാൽ ഹറാമിനും തിന്മയിലും കൂട്ടുനിൽക്കണമെന്നുമല്ല. അതും ഒരു കാര്യമാണ്. അതിലും തങ്ങൾ മാതൃകയുണ്ട്. തിന്മക്കും ഹറാമിനും സ്നേഹത്തിന്റെ പേരിൽ കൂട്ടുനിൽക്കുക, എല്ലാ ഹറാമിനും തോന്നിവാസത്തിലും സപ്പോർട്ട് ചെയ്യുക, അതും തങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞങ്ങൾ തങ്ങളുമായി സംസാരിച്ചിരിക്കുമ്പോൾ ബിലാലിന്റെ ബാങ്കിന്റെ ശബ്ദം കേട്ടാൽ ഞങ്ങൾ എണീറ്റ് പോകുമായിരുന്നു. ഞങ്ങൾ തങ്ങളുമായി ഇങ്ങനെ സെല്ലബെച്ച് സംസാരിച്ചിരിക്കുമ്പോൾ അപ്പോഴാണ് ബിലാലിന്റെ ബാങ്കിന്റെ ശബ്ദം അല്ലാഹു അക്ബർ എന്ന് കേൾക്കുന്നതെങ്കിൽ ഞങ്ങളുമായി ഒരു പരിചയമില്ലാത്ത മനുഷ്യരെ പോലെ ഞങ്ങൾ പിരിയുകയും ചെയ്യുമായിരുന്നു. വെറും സ്നേഹത്തിൽ മൂത്ത് ഹറാമിനും തിന്മ കൂട്ടി നിൽക്കുന്ന ഒരു ജീവിതമല്ല. അതിലും മാതൃകയുണ്ട്. കാരണം ഒരിക്കലും ഹറാമുകൾക്കുള്ള ഒരിക്കലും പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർക്കിൽ സ്നേഹം ഉണ്ടാവുകയില്ല. മാ തവാദ്ദ ഇസ്നാനി ഫഫുർരിഖ ബൈനഹുമാ ഇല്ലാ ബിദംബിൻ യഹ്ദിസു അഹദുഹുമാ. നബി തങ്ങൾ പറഞ്ഞു, രണ്ട് ആത്മമിത്രങ്ങൾ, സ്നേഹിതന്മാർ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങുന്നെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം അവരിൽ ഒരാൾ തിന്മ ചെയ്തതിൻ്റെ പേരിൽ, ഹറാമ് ചെയ്തതിൻ്റെ പേരിലാണ്. ഹറാമുകൾ ചെയ്യുന്ന രണ്ടുപേർക്കിടയിൽ ഒരിക്കലും സ്നേഹം ഉണ്ടാവുകയില്ല. ചില സലഫുകൾ പറയുമായിരുന്നു, ഞാൻ എന്തെങ്കിലും തിന്മ ചെയ്താൽ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ഭാര്യ ഇന്ന് പ്രകടമാകുമായിരുന്നു. ഹറാമുകൾ, തിന്മകൾ, അതൊരു ഭാര്യ ഭർത്താവും കൂട്ടി നിന്നാൽ സ്നേഹത്തിന് വേണ്ടി അതൊരിക്കലും സ്നേഹം ഉണ്ടാവുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃകയാണ്. ആ മാതൃകയിൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ആ കുടുംബ ജീവിതം സ്വർഗം പോലെ സുന്ദരമായി തീരും. അതുകൊണ്ട് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, നിക്കാഹിന് ശേഷമുള്ള പ്രേമം അത് നിർബന്ധമാണ്, ഫർദാണ്. നിക്കാഹിന് മുമ്പുള്ള പ്രേമം അത് ഹറാമാണ്. ഇന്ന് നമ്മുടെ ഉമ്മത്തിലെ യുവാക്കൾക്കിടയിൽ, യുവതികൾക്കിടയിൽ, മുസ്ലിം ഉമ്മത്തിന്റെ യുവാക്കൾക്കും യുവതികൾക്കും ഇടയിൽ ഈ ഹറാമായ പ്രേമാണ് കാണുന്നത്. ദീൻ പഠിപ്പിച്ച് നിക്കാഹ് കഴിക്കും, പരിശുദ്ധമാണ്, എന്നിട്ട് പരസ്പരം പ്രേമിക്കും, അതിന് കൂലി കിട്ടും. നിക്കാഹിന് മുമ്പുള്ള പ്രേമവും സ്നേഹവും അതെത്ര പുതിയ പുതിയ നാമങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും ഇസ്ലാം അതിനെ പരിചയപ്പെടുന്ന സിന എന്നാണ്, വ്യഭിചാരമെന്ന്. നമ്മുടെ മക്കൾ ക്യാമ്പസുകളിൽ വളരെ വ്യാപകമാണ്. അതില്ലാത്തത് കുറവ് പോലെയാണ്. പരസ്പരം ഒരു ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ഇല്ലാത്തത് മുസ്ലിം ഉമ്മത്തിലെ യുവാക്കൾക്കും യുവതികൾക്കും ഇടയിൽ അതൊരു അഭംഗി പോലെയാണ്. എന്നാൽ ഇസ്ലാം അതിനെ പരിചയപ്പെടുന്നത് വ്യഭിചാരമെന്നാണ്. ഇസ്ലാമിന്റെ മുആശറയിൽപ്പെട്ടതല്ല, ഇസ്ലാമിന്റെ കൾച്ചറിൽപ്പെട്ടതല്ല. ഉമ്മത്തിലെ യുവാക്കൾ ആർക്കെങ്കിലും അങ്ങനത്തെ നിക്കാഹിന് മുമ്പുള്ള ഹറാമായ ബന്ധങ്ങളുണ്ട് എങ്കിൽ അതിൻ്റെ ദൂഷ്യങ്ങൾ തീർച്ചയായും ഈ ജീവിതത്തിൽ അനുഭവിക്കുക തന്നെ ചെയ്യും. ഒന്ന് ഉലമാക്കൾ എഴുതി, ഹറാമായ നിഷിദ്ധമാക്കി, ഇസ്ലാം നിഷിദ്ധമാക്കിയ ബന്ധങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നിക്കാഹിന് മുമ്പുണ്ടെങ്കിൽ അതിൻ്റെ ദൂഷ്യങ്ങൾ, ഒന്ന് ഹലാലിലുള്ള ലസ്സത്ത് നഷ്ടപ്പെട്ടു പോകും. അലി റളിയല്ലാഹു പറയുന്നുണ്ട്, ഒരാൾ ഹറാമിൽ കൂടി രസമെടുത്താൽ ദുന്യാവിൽ അവന് ഹലാലിൽ കിട്ടേണ്ട രസം നഷ്ടപ്പെട്ടു പോകും. നിക്കാഹിന് മുമ്പ് മോശമായ ബന്ധങ്ങളുണ്ടെങ്കിൽ നിക്കാഹിന് ശേഷം അല്ലാഹു ഹലാലാക്കി തന്ന ഭാര്യയിൽ കിട്ടേണ്ട രസം നഷ്ടപ്പെട്ടു പോകും. രണ്ട്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇന്ന സിന ദൈനുൻ, വ്യഭിചാരം അതിൽ കടമാണ്. നാം വ്യഭിചരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് വ്യഭിചരിച്ചവളെയായി. ഇഫു തൈഫ് നിസാഅകും, നിങ്ങൾ പരിശുദ്ധരായി പവിത്രതയോടെ ജീവിക്കും, നിങ്ങൾക്ക് ലഭിക്കുന്ന സ്ത്രീകളും പരിശുദ്ധയായ സ്ത്രീയായിരിക്കും. അഥവാ നിക്കാഹിന് മുമ്പ് ഏതെങ്കിലും മോശമായ ബന്ധങ്ങൾ കൊണ്ട് നടക്കുന്നെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഇണകളും അതുപോലെയായിരിക്കും. മൂന്നാമത് ഉലമാക്കൾ എഴുതി, ജീവിതത്തിൽ സഖീനത്ത്, സമാധാനം നഷ്ടപ്പെട്ടു പോകും. സന്തോഷം ലഭിച്ചേക്കാം, തനിക്ക് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും സന്തോഷം ലഭിച്ചേക്കാം, പക്ഷേ സമാധാനം ലഭിക്കുകയില്ല. രണ്ടാണ്. സന്തോഷം മറ്റൊന്നാണ്, സമാധാനം മറ്റൊന്നാണ്. സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ സമാധാനം കിട്ടുകയില്ല. അതുകൊണ്ട് ഹറാമായ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് സന്തോഷം കിട്ടിയേക്കാം, പക്ഷേ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകും. ഇന്ന് എത്രയോ കുടുംബങ്ങൾ പിരിയുന്നതിന് കാരണം അതാണ്. സമാധാനമില്ല. സൗന്ദര്യമുണ്ട്, സമ്പത്തുണ്ട്, പക്ഷേ ഹറാമിൽ കൂടി തുടങ്ങിയതാണ് അവിടെ അവസാനം തീരുന്നത് പിരിയുന്ന അവസ്ഥയിലാണ്. 4 ഉലമാക്കൾ എഴുതി, ഏതൊരു പുരുഷൻ അള്ളാഹുവിനെ പ്രേമിക്കേണ്ട ഹൃദയത്തിൽ അള്ളാഹ് ഹറാമാക്കിയ ഏതെങ്കിലും സ്ത്രീയോട് പ്രേമം നൽകിയാൽ ആ ഹൃദയത്തിൽ ഒരിക്കലും അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ രസം കിട്ടുകയില്ല. അത് ഈ ദുന്യാവിലെ ഏറ്റവും ഉയർന്ന രസമുള്ള ഒന്നാണ് തൻ്റെ റബ്ബിനുള്ള പ്രേമത്തിന്റെ രസം. അള്ളാഹ് ഹൃദയത്തെ സീൽ ചെയ്യുകയും കളയും. ആ ഹൃദയത്തിലേക്ക് പിന്നെ ഒരിക്കലും അള്ളാഹു പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചിന്തിക്കും. അങ്ങനത്തെ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഉമ്മത്തിലെ യുവാക്കളും യുവതികളും ആ ബന്ധങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കി. മൻ തറക ശൈഅൻ ലില്ലാഹ് അവ്വലഹു അല്ലാഹു ഖൈറൻ മിൻ, അള്ളാഹുവിന് വേണ്ടി ഏതെങ്കിലും മോശമായ ബന്ധങ്ങൾ ഒഴിവാക്കി
അള്ളാഹ് അതിനേക്കാൾ ഹൈറായതിനെ പകരം തിരിച്ച് അള്ളാഹു നൽകും. ദുന്യാവിൽ തന്നെ അള്ളാഹു നൽകും. അതുകൊണ്ട് കുടുംബ ജീവിതം ഇത് നമുക്ക് അള്ളാഹു നൽകിയൊരു വലിയൊരു ബന്ധമാണ്. ആ ബന്ധത്തിൽ നിബിധങ്ങൾ മാതൃകയുണ്ട്. നിബിധങ്ങളെ മാതൃകയാക്കി ജീവിച്ചാൽ ഈ ദുന്യാവിലെ ജീവിതം സ്വർഗം പോലെ അനുഗ്രഹീതമാകും. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.